വേർഡ് ടു വേൾഡ് വെൽനസ് പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ഡോക്ടർ ജിബു ജോർജ് വർഗീസ് നമ്മളോട് നെക്ക് പെയിനെ കുറിച്ച് അനേകം കാര്യങ്ങൾ പറഞ്ഞു തരികയുണ്ടായി. ഇന്ന് നെക്ക് പെയിനുള്ള ഫിസിയോതെറാപ്പിയിലുള്ള ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചാണ് ഡോക്ടർ നമ്മളോട് സംസാരിക്കാനായി പോകുന്നത്. ഡോക്ടർ ഇപ്പോൾ സവീത കോളേജ് ഓഫ് ഫിസിയോതെറാപ്പിയുടെ വൈസ് പ്രിൻസിപ്പളായി സേവനമനുഷ്ഠിക്കുന്നു. ഡോക്ടർക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഡോക്ടർ, കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ എപ്പിസോഡ് കണ്ടതിന് ശേഷം ഒത്തിരി പ്രേക്ഷകർ ചോദിക്കുകയുണ്ടായി, ഒക്കുപേഷണലായിട്ട് വരുന്ന ഈ നെക്ക് പെയിൻ അത് മാറ്റാനായിട്ട് അല്ലെങ്കിൽ അത് വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അനേകം പ്രേക്ഷകർ നമ്മളോട് എഴുതി ചോദിക്കുകയുണ്ടായി. അതിനെക്കുറിച്ച് ഡോക്ടർ എന്താ പറയാനുള്ളത്? ഇപ്പോൾ ഓക്യുപ്പേഷണലായിട്ട് വരുന്ന പ്രോബ്ലം ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്താൽ തന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞു. എന്ന് വെച്ചാൽ ആ പേഷ്യൻ്റ് ഐഡൻറ്റിഫൈ ചെയ്തു, അവർക്ക് വന്ന പ്രോബ്ലം ഓക്യുപ്പേഷനിൽ നിന്നാണ് വന്നതെന്ന് അവർ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു. സോ ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് എ പോസിറ്റീവ് സൈൻ. സോ വൺസ് യു ഐഡൻറ്റിഫൈ ദാറ്റ് യുവർ പ്രോബ്ലം ഇസ് കമ്മിങ് ഫ്രം യുവർ ഓക്യുപ്പേഷൻ, വാട്ട് എവർ യു ആർ ഡൂയിങ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ ആക്ടിവിറ്റി വിച്ച് ഇസ് അഗ്രവേറ്റിംഗ് യുവർ പെയിൻ, യു നീഡ് ടു ഹാൻഡിൽ ദാറ്റ് ഇൻ എ പ്രോപ്പർ വേ. നമുക്ക് അതാണ് കൂടുതൽ സൂക്ഷ്മതയോടെ ഹാൻഡിൽ ചെയ്യേണ്ട കാര്യങ്ങൾ. അതായത് നമ്മളിപ്പോൾ ഒരു ബേസിക്കലി ഞാൻ പറഞ്ഞ പോലെ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലിരിക്കുന്ന ഒരു വ്യക്തിയാണ്, സ്ഥിരമായിട്ട് കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലിരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ നമ്മളവിടെ എന്തുവാണ് ചെയ്യേണ്ടത്? നമ്മളവിടെ പോസ്ചർ കറക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധ്യമാണോ അത്രമാത്രം ചെയ്യണം, അത്രയും ചെയ്യണം. അതുകൊണ്ട് നമ്മുടെ പെയിൻ കുറയ്ക്കാം, നമ്മുടെ പല കോൺസെൻട്രേഷൻ പവർ കൂട്ടാം, ഇങ്ങനെ പല അഡ്വാൻറ്റേജസ് ഉണ്ട്. ഇപ്പോൾ സിമ്പിൾ സിറ്റിംഗ് പോസ്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരിക്കേണ്ട ഒരു പോസ്ചറുണ്ട്. എന്ന് വെച്ചാൽ ഇന്നത്തെ IT പ്രൊഫഷണൽസ് മാത്രമല്ല, ഒരു ഹോസ്പിറ്റലിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡോക്ടറിന് മുമ്പിലുണ്ട് കമ്പ്യൂട്ടർ, ഒരു കമ്പനിയുടെ ജനറൽ മാനേജറിൻ്റെ മുമ്പിലുണ്ട് കമ്പ്യൂട്ടർ, അതുപോലെ ഒരു ടീച്ചറിൻ്റെ മുമ്പിലുണ്ട് കമ്പ്യൂട്ടർ. കാരണം ടീച്ചേഴ്സ് പവർ പോയിൻറ്റും പല കാര്യങ്ങളും പ്രിപ്പയർ ചെയ്യുന്നതാണ്. ഒരു കോളേജ് പ്രൊഫസറിൻ്റെ മുമ്പിലുണ്ട് കമ്പ്യൂട്ടർ. അതുപോലെ ഏതൊരു മേഖലയിൽ നോക്കിയാലും, ഒരു ഓഫീസിലിരിക്കുന്ന ക്ലർക്കിന് മുമ്പിലായാലും ഉണ്ട് കമ്പ്യൂട്ടർ, ഒരു കാഷ്യറിന് മുമ്പിൽ, സൂപ്പർ മാർക്കറ്റിലെ കാഷ്യറിന് മുമ്പിലുണ്ട് കമ്പ്യൂട്ടർ. അപ്പോൾ ഏതൊരു മേഖലയിലായാലും നമ്മൾ കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മുടെ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സിറ്റിംഗ് പോസ്ചർ എന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ മുമ്പിലിരിക്കുന്ന സിറ്റിംഗ് പോസ്ചർ, നമ്മളിപ്പോൾ എറക്റ്റായിട്ട് ഇരിക്കുമ്പോൾ നമ്മുടെ ബാക്ക് സപ്പോർട്ടഡ് ആയിരിക്കണം, ബാക്ക് റെസ്റ്റിൽ ദാറ്റ് ഷുഡ് ബി ദർ. പിന്നെ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ കൈ ഇങ്ങനെ ആം റെസ്റ്റിൻ്റെ പുറത്ത് സപ്പോർട്ടഡ് ആയിരിക്കണം. ആം റെസ്റ്റിൻ്റെ പുറത്ത് സപ്പോർട്ടഡ് ആയിട്ട് പിന്നെ ആയിരിക്കണം കൈ കീബോർഡിൽ ഇരിക്കുന്നത്. സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ, കൈ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഈ കൈ ഇങ്ങനെ പിടിച്ചോണ്ട് ചെയ്യും, അല്ലെങ്കിൽ ഇങ്ങനെ വെച്ചോണ്ട് ചെയ്യും, അല്ലെങ്കിൽ ഇങ്ങനെ വെച്ചോണ്ട് ചെയ്യും. വേറെ ഏത് പൊസിഷനും സപ്പോർട്ട് ഇല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ ഈ കൈ ഇങ്ങനെ ഇരിക്കുന്നതിന് സമമാണ്. ഇറ്റ് ഇസ് സസ്പെൻഡഡ് ഇൻ എയർ. അപ്പോൾ കൈ എയറിൽ സസ്പെൻഡഡ് ആണെങ്കിൽ ഈ കൈ പിടിച്ചിരിക്കുന്നത് ഷോൾഡറിലെ മസിൽസാണ്, ഷോൾഡറിലെയും നെക്കിലെയും മസിൽസാണ്, കഴുത്തിലെ മസിൽസാണ്. അപ്പോൾ നമ്മൾ എത്ര നേരം ഇങ്ങനെ വർക്ക് ചെയ്യുന്നോ അത്രയും നേരം നമ്മുടെ കഴുത്തിൻ്റെ മസിലും ഷോൾഡറിൻ്റെ മസിലുമാണ് ഇത് കൈയെ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്. So what does it indicate? The muscles of the neck and the shoulder are working throughout the particular activity. അപ്പോൾ നമ്മുടെ ഒരു സാധാരണക്കാരൻ്റെ വിചാരം നമ്മൾ കമ്പ്യൂട്ടർ മുമ്പിൽ ഇരുന്നാൽ നമ്മുടെ ഷോൾഡറും നെക്കും ഒക്കെ റിലാക്സ്ഡ് ആണല്ലോ, നമ്മൾ വെറും കൈ മാത്രമാണ് വർക്ക് ചെയ്യുന്നതെന്ന്. നോട്ട് സോ, ശരിയല്ല. നമ്മളിങ്ങനെ കൈ സപ്പോർട്ട് ഇല്ലാതെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഷോൾഡറും നമ്മുടെ നെക്കും എല്ലാം കൺട്രാക്റ്റഡ് ആണ്, എല്ലാ മസിലും വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ വലിയ മൂവ്മെൻറ്റ് കാണുന്നില്ല, കാരണം അത് ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുകയാണ്, അതുകൊണ്ട് വലിയ മൂവ്മെൻറ്റ് കാണുന്നില്ല. പക്ഷേ സ്ട്രെയിൻ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ആ സ്ട്രെയിൻ ആണെങ്കിൽ ഇൻക്രീസ് ആയിക്കൊണ്ടേയിരിക്കും. മനസ്സിലായോ? അപ്പോൾ അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കൈയുടെ ഫോറാം അല്ലെങ്കിൽ മുട്ട് നമ്മളെപ്പോഴും ആം റെസ്റ്റിൽ സപ്പോർട്ട് ചെയ്തിരിക്കണം. സപ്പോർട്ട് ചെയ്തുകൊണ്ട് വേണം കീബോർഡ് യൂസ് ചെയ്യാൻ. അത് വൺ തിങ് ദാറ്റ് ഈസ് പെർട്ടൈനിങ് ടു ദ നെക്ക്. മറ്റേ കാര്യങ്ങൾ ഞാൻ ചുമ്മാ പറഞ്ഞു പോകാം. ഇപ്പോൾ നമ്മൾ ഇരിക്കുമ്പോൾ ബാക്ക് റെസ്റ്റ് സപ്പോർട്ടഡ് ആയിരിക്കണം, നമ്മുടെ സീറ്റ് തൈ കംപ്ലീറ്റ്ലി സപ്പോർട്ടഡ് ആയിരിക്കണം. അതുപോലെ സീറ്റിൻ്റെ എഡ്ജ് ഇവിടെ വന്ന് മുട്ടാൻ പാടില്ല, ഈ തൈയുടെ എഡ്ജ് വരെ പാടുള്ളൂ, അങ്ങേ അറ്റം വരെ കാലേ വന്ന് ഇടിക്കാൻ പാടില്ല. ഇടിച്ചു കഴിഞ്ഞാൽ എഗെയിൻ നമ്മുടെ മുട്ടിൻ്റെ പുറയിൽ ഒരു കംപ്രഷൻ കിട്ടും, നീ ജോയിൻ്റെ പുറയിൽ കംപ്രഷൻ കിട്ടും, അത് കിട്ടാൻ പാടില്ല. ഈ ചെയർ പോലെ സപ്പോർട്ടഡ് ആയിരിക്കണം, തൈ സപ്പോർട്ടഡ് ആയിരിക്കണം, പക്ഷേ അങ്ങേ എഡ്ജ് വരെ വരാൻ പാടില്ല. അതുപോലെ നമ്മുടെ ഫീറ്റ് ആയാലും കാൽപാദങ്ങളായാൽ പോലും തറയിൽ പതിഞ്ഞിരിക്കണം, ഇങ്ങനെ എയറിൽ സസ്പെൻഡ് ആകാൻ പാടില്ല. കാരണം എയറിൽ സസ്പെൻഡ് ആയാൽ ഈ കാലിൻ്റെ വെയിറ്റ് ഈ ചെയറിലാണ്. അപ്പോൾ നമ്മുടെ ഈ കാലും നമ്മുടെ തൊടയും നമ്മുടെ ചെയറും കൂടെ കൂട്ടിമുട്ടുന്ന സ്ഥലത്തായിരിക്കും കൂടുതൽ കംപ്രഷൻ. അപ്പോൾ ഈ ശരീരത്തെ ഫുൾ വെയിറ്റ് അവിടെ കോൺസെൻട്രേറ്റ് ആകും. പിന്നെ കാലയിലെ ഞരമ്പൊക്കെ പ്രസ്സാകാൻ തുടങ്ങും. നമ്മൾ ഏതൊരു ഓക്യുപ്പേഷനിലായാലും നമ്മുടെ ആ സിറ്റിംഗ് പോസ്ചർ, നമ്മൾ കമ്പ്യൂട്ടറിന് മുമ്പ് ഇരിക്കുമ്പോൾ ഉള്ള സിറ്റിംഗ് പോസ്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമ്മൾ പ്രോപ്പറായിട്ട്
ഹാൻഡ് റെസ്റ്റ് സപ്പോർട്ട് ചെയ്തില്ല, ബാക്ക് സപ്പോർട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെഫിനറ്റ്ലി അതിൻ്റേതായ റിപ്പർക്കഷൻസ് ബോഡി കാണിക്കും. അതുപോലെ തന്നെ നെക്കായാലും നമ്മൾ ബാക്ക് സപ്പോർട്ട് വിട്ട് മുമ്പോട്ട് പോകുന്നോ അപ്പോൾ തന്നെ നെക്കും മുമ്പോട്ട് പോയിരിക്കും. ഇത് ബാക്ക് സപ്പോർട്ട് ചെയ്തിട്ട് നല്ലോണം നെഞ്ച് വിരിച്ച് നല്ലോണം കംഫർട്ടബിളായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് മുമ്പോട്ട് പോകേണ്ട ആവശ്യം വരത്തില്ല, കഴുത്ത് മുമ്പോട്ട് പോകത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനായാലും കൂടുതൽ അടുപ്പിച്ച് കൊണ്ടുവരാമെങ്കിൽ അത്രയും നല്ലത്. എത്രയും മാത്രം അടുപ്പിച്ച് കൊണ്ടുവരാമോ. പക്ഷേ അവർ പറയുന്നത് ആസ് പെർ റെഗുലേഷൻ 20 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് വേണം. 20 സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ കണ്ണിൻ്റെ പവറും കൂടെ നോക്കണമല്ലോ, കണ്ണിൻ്റേതായ സേഫ്റ്റി. അപ്പോൾ ആ ഡിസ്റ്റൻസിൽ വേണം നമ്മൾ സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യാൻ. പിന്നെ അതിൽ എത്ര നോക്കിയാലും നമ്മൾ പലപ്പോഴും കാണുന്നത് ആൾക്കാർ കൂടുതലും അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കും. കാരണം ഞങ്ങൾ ഈ ഇൻഡസ്ട്രിയൽ വിസിറ്റിന് പോകും. ഇൻഡസ്ട്രിയൽ വിസിറ്റിൽ ഐ ടി കമ്പനീസിൽ നിന്ന് ഞങ്ങളെ ക്ഷണിക്കും. കാരണം വന്ന് അവിടെ ഒരു ഹെൽത്ത് അസസ്മെൻറ്റ് ചെയ്തിട്ട് പോകാനായിട്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ പോയി നോക്കുമ്പോൾ പലപ്പോഴും എത്രമാത്രം നമ്മൾ കറക്റ്റ് ചെയ്താലും അവർ പിന്നെയും ചില ആൾക്കാരൊക്കെ ഇങ്ങനെ അടുത്ത് പോയി ഒത്തിരി കോൺസെൻട്രേഷൻ കൂടി കഴിയുമ്പോൾ അവർ ഒത്തിരി ശ്രദ്ധിച്ച് പോയി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ അവർക്ക് ശരിക്കും വേദന ഉണ്ടെങ്കിൽ തന്നെ അവരത് അറ്റൻഡ് ചെയ്യത്തില്ല, അവർ ടോട്ടലി ഇഗ്നോർ ചെയ്യും. അതേ സമയത്ത് ഞാൻ ഏർലിയർ പറഞ്ഞ പോലെ ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ വിളിച്ചു കഴിഞ്ഞാലും അവരിങ്ങനെ ആയിരിക്കും തിരിയുന്നത്. അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ചായ കൊണ്ട് കൊടുത്താലോ ചായ കുടിക്കുന്നത് പോലും ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കുടിക്കുകയല്ലാതെ പൊസിഷൻ കറക്റ്റ് ചെയ്തിട്ട് ചായ കുടിക്കുന്ന സ്വഭാവം വളരെ കുറവാണ്. സോ ഇങ്ങനെ വെച്ചുകൊണ്ട് ഇങ്ങനെ ചായ കുടിച്ചു കഴിഞ്ഞാൽ, കഴുത്ത് മുമ്പോട്ട് വെച്ചുകൊണ്ട് ചായ കുടിച്ചു കഴിഞ്ഞാൽ കഴുത്തേലുള്ള സ്ട്രെയിൻ വളരെ അധികമാണ്. സോ നമ്മളതെല്ലാം വളരെ ഗൗരവത്തോടെ കാണേണ്ട കാര്യങ്ങളാണ്. എവറി ഇൻഡിവിജ്വൽ ഹൂ ഈസ് സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് എ കമ്പ്യൂട്ടർ, he should take too much of, he must take great concern to attend to his posture very well. And the most alarming part, ഇന്നത്തെ youngsters എന്ന് വെച്ചാൽ I'm talking about primary and secondary school children. സ്കൂളിൽ പോകുന്ന പിള്ളേർ പോലും പലരും വന്ന് കഴുത്ത് വേദനയുമായിട്ട് കംപ്ലൈൻറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ we get really worried when you see their postures. ആ സ്കൂളിൽ പോകുന്ന പിള്ളേരൊക്കെ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. സാധാരണ സമയത്ത് TV കാണുമ്പോൾ പോലും ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ചുമ്മാ ഇരുന്നാലും ഇങ്ങനെ ഇരിക്കുന്നത്. കാരണം ദേ ആർ ഇൻ ടു സച്ച് എ സിസ്റ്റം. അവർ മൊബൈൽ കാണുമ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കും, കമ്പ്യൂട്ടർ കാണുമ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കും. അതുകൊണ്ട് എന്താണ്, അത് അവരുടെ ഒരു പോസ്ചറായി മാറിയിരിക്കുകയാണ്. അവർ ചുമ്മാതിരുന്നാലും ഇങ്ങനെ തന്നെ ഇരിക്കത്തുള്ളൂ. അവർക്ക് നേരെ ഇരിക്കാനുള്ള ഒരു ശീലമോ അതിൻ്റെ ആ ഒരു പ്രാക്ടീസോ അവർക്ക് മറന്നു പോകുന്നു. അവരുടെ ആ ഒരു രീതി തന്നെ മറന്നു പോകുന്നു. ആരെങ്കിലും പറഞ്ഞാൽ തന്നെ അവർ അന്നേരം കറക്റ്റ് ചെയ്തിട്ട് പിന്നെയും ദേ ആർ കമ്മിങ് ബാക്ക് ഇൻ ടു ദിസ് പൊസിഷൻ. അതിൻ്റെ ബേസിക് റീസൺ എന്ന് വെച്ചാൽ കൂടുതലും സമയം അവർ ഈ പൊസിഷനിൽ ചേഞ്ച് ചെയ്യുമ്പോൾ അവരുടേതായ ആ ബോഡിയുടെ സ്ട്രക്ചറും ആ മസിൽസും ആ രീതിയിൽ അങ്ങ് ആയിപ്പോവും. എന്ന് വെച്ചാൽ മുൻഭാഗത്തുള്ള മസിൽസ്, കഴുത്തിൻ്റെ മുൻഭാഗത്തുള്ള മസിൽ വല്ലാതെ അങ്ങ് സ്ട്രെച്ച്ഡ് ആയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സ്ട്രെച്ച്ഡ് പൊസിഷനിലായി പോകും. അതേസമയത്ത് കഴുത്തിൻ്റെ പുറഭാഗത്തുള്ള മസിലാണെങ്കിൽ ടൈറ്റ് ആയിരിക്കുകയാണ്. അതുപോലെ നെഞ്ചിൻ്റെ മുൻഭാഗത്തുള്ള മസിൽ ടൈറ്റ് ആയിരിക്കുകയാണ്, നെഞ്ചിൻ്റെ പുറഭാഗത്തുള്ള മസിലാണെങ്കിൽ സ്ട്രെച്ച് ആയിരിക്കുകയാണ്. അതൊരു ടോട്ടൽ ഇംബാലൻസ് ആണ്. ആ ഒരു മസിൽസ് തമ്മിലുള്ള ബാലൻസ്ഡ് പോയി. അപ്പോൾ ഇതിനാണ് ഒരു ഞങ്ങളുടെ ഫീൽഡിൽ ഒരു പർട്ടിക്കുലർ ഓഥർ പറഞ്ഞേക്കുന്നത് അപ്പർ ക്രോസ് സിൻഡ്രോം എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പർ ക്രോസ് സിൻഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കഴുത്ത് ഇങ്ങനെ പോകുന്നതിന് അപ്പോൾ ഈ സൈഡിലും ഇവിടെയുമായിട്ടുള്ള മസിൽസ് ടൈറ്റും ഇവിടെയുമായിട്ടുള്ള മസിൽസ് വീക്കെൻഡും ആയിരിക്കുകയാണ്. സോ അതിനുള്ള എക്സസൈസസ് കൊടുക്കണം. അപ്പോൾ അത് പക്ഷേ പേരൻസ് പലരും അത് മൈൻഡ് ചെയ്യാറില്ല. കാരണം അവർ ചുമ്മാ അതൊരു കമൻ്റായിട്ട് കമൻ്റായിട്ട് പറഞ്ഞു പോവുകയാണ്. എന്ന് വെച്ചാൽ ഇവനെപ്പോൾ നോക്കിയാലും ഇങ്ങനെ ഇരിക്കത്തുള്ളൂ, മര്യാദയ്ക്ക് ഇരിക്കുക അല്ലെങ്കിൽ നേരെ ഇരിക്കുക എന്ന് പറഞ്ഞു പോവുകയല്ലാതെ അതിൻ്റെ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകേണ്ട ഒരു ആവശ്യകത അവർ മനസ്സിലാക്കുന്നില്ല, അവരറിയുന്നില്ല. അതാണ് അതിൻ്റെ വാസ്തവം. അപ്പോൾ അവർ ശരിക്കും കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് അവരെ അതിനുവേണ്ടി ഒരു ട്രെയിനിങ് പ്രോഗ്രാം, അതിനുവേണ്ടി ഒരു സെറ്റ് ഓഫ് എക്സസൈസസ് അല്ലെങ്കിൽ പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ആക്ടിവിറ്റീസിലൊക്കെ ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയും. അത് പ്ലേ തെറപ്പി എന്ന് പറയും. അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് അവരെ ശ്രദ്ധ തിരിക്കാൻ പറ്റും. അവരുടെ സൈക്കോളജിക്കൽ കൗൺസിലറിൻ്റെ അടുത്ത് കൊണ്ടുപോകാം. അങ്ങനെ പല രീതിയിലും അവരെ നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റും. സോ അത് അവർക്ക് വളരെ ഗുണമുണ്ടാകും. പക്ഷേ അതിൻ്റെ സാഡ് പാർട്ട് എന്ന് പറയുന്നത് ഇന്നത്തെ മാതാപിതാക്കൾ പോലും അത് റിയലൈസ് ചെയ്യുന്നില്ല, ആ ഒരു പ്രോബ്ലം റിയലൈസ് ചെയ്യുന്നില്ല. അതൊക്കെ പിന്നീട് ആ കൊച്ച് വളർന്ന് ഒരു 10th സ്റ്റാൻഡേർഡ് 11th സ്റ്റാൻഡേർഡ് 12th സ്റ്റാൻഡേർഡ് അവന് കൂടുതൽ ആ ബുക്സിൻ്റെ മുമ്പിൽ ഇരുന്ന് പഠിക്കേണ്ട സമയം വരുമ്പോഴാണ് അവൻ ആ ഫിസിക്കൽ സ്ട്രെസ്സ് ഹാൻഡിൽ ചെയ്യാൻ വയ്യാതാകുമ്പോഴാണ് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് വരുന്നത് അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് വരുന്നത്. അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം, ലൈക്ക് ഐ സെഡ് ഏർലിയർ, ഇറ്റ് ക്യാൻ ബി ടു ലേറ്റ്. അപ്പോൾ വാട്ട് വിൽ ഹാപ്പൻ, ഇറ്റ് വിൽ അഫക്റ്റ് ഹിസ് കോൺസെൻട്രേഷൻ. അവന് ശരിക്കും കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ വയ്യാതാകും. ചിലപ്പോൾ കിടന്നുറങ്ങുമ്പോൾ ശരിക്കും ഉറക്കം കിട്ടാതായി പോകും. That can also affect his sleep.
ഉറക്കത്തിൽ വേദന വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. So sleep also gets affected. So his entire lifestyle itself gets changed into a stressful lifestyle. So those are things which parents will also have to take seriously and handle it in an effective way. ഇപ്പം ഈ ഏജ് അല്ലെങ്കിൽ പ്രായം അനുസരിച്ച് ഈ ഇതിന്റെ തെറാപ്പി മാറുമോ? ഏജിന് ഡിപ്പെൻഡന്റ് ആണോ ഈ തെറാപ്പി? See, physiotherapy is, I wouldn't say it is age dependent, it is problem dependent. പേഷ്യൻ്റ് എന്തോ പ്രോബ്ലമായിട്ടാണ് നമ്മുടെ അടുത്ത് വരുന്നത്, അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. So it is basically based on the problem of the patient. ആ പേഷ്യൻ്റ് എന്തോ പ്രോബ്ലം, പേഷ്യൻറ്റിൻ്റെ പ്രോബ്ലം ബേസ് ചെയ്തുള്ള ട്രീറ്റ്മെൻ്റ് ആണ്. സോ വാട്ട് എവർ ഇറ്റ് ഇസ്. ഇപ്പോൾ പ്രായമുള്ള ഒരു വ്യക്തിക്കാണ്, പ്രായമുള്ള വ്യക്തി കൂടുതലും പെയിൻ ആയിരിക്കും കംപ്ലയിൻറ്റ് ചെയ്യുന്നത്. സോ അപ്പോൾ ആ പെയിനനുസരിച്ചുള്ള നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കും. എന്തുകൊണ്ടാണ് പെയിൻ വരുന്നത്? ഇപ്പോൾ ആ ജോയിൻറ്റിൻ്റെ പെയിൻ ആണോ? ഇപ്പോൾ നമ്മൾ കഴുത്തിലുള്ള ഓരോ ജോയിൻസും ഞാൻ പറഞ്ഞാൽ ഏഴ് അസ്ഥികളാണ് ഒന്നിന് മേളിൽ ഒന്നായിട്ട് സ്റ്റാക്ക് ചെയ്തേക്കുന്നത്. അതിൻ്റെ നടുക്കുള്ള ജോയിൻസിൻ്റെ പ്രോബ്ലമാണോ, അതോ അതിന് സപ്പോർട്ട് ചെയ്യുന്ന മസിൽസിൻ്റെ പ്രോബ്ലമാണോ, അതോ ലിഗമെൻസിൻ്റെ പ്രോബ്ലമാണോ, അതോ ഓവറോൾ ബാലൻസിൻ്റെ മസ്കുലർ ബാലൻസിൻ്റെ പ്രോബ്ലമാണോ, മസിലയിലുള്ള നോഡ്സിൻ്റെ പ്രോബ്ലമാണോ, ഇതെന്ത് വന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വേണം ട്രീറ്റ് ചെയ്യാനും. അത് പ്രായമുള്ളവരും ശരി, യങ്സ്റ്റേഴ്സ് ആയാലും ശരി. പക്ഷെ പ്രായമുള്ളവർക്ക് ഒരു പോസ്ചർ ടു ആൻ എക്സ്റ്റെൻറ്റ് പോസ്ചർ മാറിക്കഴിഞ്ഞാൽ അവരുടെ പോസ്ചർ റീഹാബിലിറ്റേറ്റ് ചെയ്യുന്നത് സ്വല്പം പാടാണ്. നെക്ക് പെയിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ സർജറി ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണോ? Again, coming to the part of surgery, it is always best that an orthopedician or a spine surgeon comment on it. എപ്പോഴും അത് ഒരു ഓർത്തോപെഡിഷ്യൻ പറഞ്ഞാലാണ് അതിന് കൂടുതൽ വാലിഡിറ്റി. പക്ഷേ ഇൻ മൈ ഒപ്പീനിയൻ, most of my surgeon friends, they say that, you know, I would be the last one to operate on a cervical spine or the neck. കാരണം അവിടെ വളരെ വൈറ്റലായിട്ടുള്ള സ്ട്രക്ചേഴ്സ് പലതും ഉണ്ട്. പക്ഷേ once there is a necessity, you can't be without doing that. ഇങ്ങനെയാണ് പറയുന്നത്. കാരണം നെക്കിന് ഒരു സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നെക്കിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബിലിറ്റിയാണ്, മൂവ്മെൻറ്റാണ്. മൂവ്മെൻ്റ് എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ ഡയറക്ഷനിലോട്ടും തിരിഞ്ഞ് നോക്കുക, മേളിലോട്ട് നോക്കുക, താഴോട്ട് നോക്കുക. ഇത്രമാത്രം വേഴ്സറ്റൈലോട്ടുള്ള ഒരു ആക്ടിവിറ്റി നെക്കിനുള്ളത്. അപ്പോൾ അത് വളരെ അഡ്വാൻറ്റേജസ് ആണ്. അഗെയിൻ മാഗ്നിഫിഷൻസ് ഓഫ് ദ ക്രിയേഷൻ ഓഫ് ഗോഡ്. സോ അത്രമാത്രം മൂവ്മെൻറ്റ്സ് ഉള്ള ഒരു സ്ട്രക്ചറിനെ നമ്മൾ അറസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ആ ഒരു വ്യക്തിയുടെ ഒരു മൂവ്മെൻറ്റ് ഫ്രീഡം തന്നെ നമ്മൾ അറസ്റ്റ് ചെയ്യുകയാണ്. ബട്ട് ഇഫ് ഇറ്റ് ഈസ് നെസസറി, യു വിൽ ഹാവ് ടു അണ്ടർഗോ ഇറ്റ്. If it is taking you to the extent of, you know, disturbing even your lifestyle and including your life itself, if it's being life-threatening in the sense, it doesn't put you to sleep, it doesn't allow you to sleep, it increases your vital signs like blood pressure and pulses, then it is of importance that you have to completely subject yourself to whatever is the best treatment. ഈ സർജറി ചെയ്തതിന് ശേഷം ചെയ്യേണ്ട എക്സസൈസസ് അല്ലെ ഫിസിയോതെറാപ്പിയെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? യെസ്. ഇപ്പോൾ സർവിക്കൽ സ്പൈൻ സർജറി കഴിഞ്ഞിട്ട് നമ്മൾ ബേസിക്കലി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആ നെക്ക് മസിൽസ്, നെക്കിന് ചുറ്റുമുള്ള മസിൽസിൻ്റെ നമ്മൾ സ്ട്രെങ്തനിങ്, പിന്നെ അഗെയിൻ പോസ്ചറാണ്. പക്ഷേ ഇവിടെ ഒന്ന് രണ്ട് വെർട്ടിബ്രേസ് ഓൾറെഡി അറസ്റ്റഡ് ആയിരിക്കും. ദേ വിൽ ബി കെപ്റ്റ് ടുഗെദർ ഇൻ എ കേജ് ഓർ പ്രോബ്ലി ഇൻ യൂസിങ് സം ഇംപ്ലാന്റ്സ് or maybe it is a pure discectomy done. But a pure discectomy may also be have done. Yes, adun cheyidirikum. So in such cases it is little you have to be very cautious when you even give the exercises, because you don't want to disturb the surgical side. But there will be a constant interaction between the physiotherapist and the surgeon who has done the surgery, and we will be planning out our goals and our treatment plan. And as a physiotherapist, I would be discussing with him. I'll be saying these are the things that I will be doing for the patient, and this is in the best interest of the patient. So patient ഏറ്റവും ഗുണകരമായ കാര്യങ്ങൾ ദ ഫിസിയോതെറാപ്പിസ്റ്റും ഡോക്ടറുമായിട്ട് ചേർന്നിരുന്ന് സംസാരിക്കും. കാരണം സർജറി ചെയ്തതും ഓപ്പറേഷൻ ചെയ്തതും ഡോക്ടറാണ്. അവിടെ എന്തുവാ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് ഡോക്ടറിനാണ് അറിയാവുന്നത്. അതിൻ്റേതായ ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയേഴ്സും അതിൻ്റേതായ കറക്ഷൻസ് ഒക്കെ ചെയ്തത് ഡോക്ടറിനാണ് അറിയാവുന്നത്. അതേസമയത്ത് ഇറ്റ് ഈസ് ഓൾസോ ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ തെറപ്പിസ്റ്റ്, ഫിസിയോതെറപ്പിസ്റ്റ്, ടു ഇൻട്രാക്ട് വിത്ത് ദ കൺസേൺ സർജൻ ആൻഡ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ബീങ് ഡൺ ആൻഡ് വെദർ ഇറ്റ് ഈസ് സേഫ് ടു ഗിവ് ഫ്യൂ സെറ്റ് ഓഫ് എക്സസൈസസ്. ആൻഡ് സംടൈംസ് ദ സർജൻ വിൽ സേ no, let's not go with that exercise, we can go with the rest of the exercise. So we would completely agree with him and we would go in that form of exercises. And of course that is, like I said, in the best interest of the patient.
ഈ ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ ഇതിൻ്റെ എക്സസൈസസ് ഒക്കെ ചെയ്യാനായിട്ട് ഡോക്ടറെ സമീപിക്കാൻ വരുമ്പോൾ ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ കോസ്റ്റ് എത്രയാണെന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യം കാണും. അതിനെക്കുറിച്ച് ഡോക്ടർ എന്താ പറയുന്നത്? See, as far as I am concerned, when you come for a treatment, cost is based on the intensity of the problem, first thing, and that is the time that I spend with my patient. So it's never a fixed rate. So it's not something that a commodity that you get in the market. So it is based on the time that physiotherapist spends with the patient. Like for example, in let's say an example in Western countries, that's how they price it. So that's the same I do in my practice, where the price that is being put forward to the patient is based on the time that I spend with the patient, the amount of expertise I transmit to the patient, amount of help that is being transferred to the patient, and it will definitely be reasonable. It's not going to be on the higher side, but definitely reasonable. But usually from my side, I charge the patients only after I ensure that I have definitely helped him. ഡോക്ടർ, ഇപ്പോൾ ഫിസിയോതെറാപ്പി ചെയ്യാനായിട്ട് അതിൻ്റെ ഒരു എക്സസൈസ് ചെയ്യാനായിട്ട് ഡോക്ടറിൻ്റെ ഒരു അപ്പോയിൻമെൻ്റ് എടുക്കുമ്പം ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേകം വസ്ത്രങ്ങൾ ഇടണം, അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിയുടെ ട്രീറ്റ്മെൻറ്റിന് വരുമ്പോൾ ഇടേണ്ട ക്ലോത്ത്സിനെ കുറിച്ച് ഒന്ന് വിശദീകരിച്ച് പറയാമോ? Definitely. Now, see, when it comes to the neck region, തീർച്ചയായിട്ടും നമുക്ക് നെക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു above the middle back വരെ നമുക്ക് പോകേണ്ടി വരും. So in such circumstances, we will ask the patient to wear something low neck in the back. പുറയിൽ ലോ നെക്ക് ആയിട്ടുള്ളത് എന്തെങ്കിലും ഇടാൻ പറയും. അല്ലെങ്കിൽ നമ്മുടെ ജെൻസ് ആണെങ്കിൽ പിന്നെ പ്രശ്നമില്ല. ജെൻസ് ആണെങ്കിൽ we ask him to, if he is comfortable, we ask him to remove the shirt. But on the safer side, it is always good to have your attender or your close relative to be with you as far as you are going in for treatment. I would do that not only for the safety of the patient, but also as a part of a good gesture from my side. ഡോക്ടർ അടുത്തിപ്പോൾ ഒരു ഫസ്റ്റ് അപ്പോയിൻമെൻറ്റിനായിട്ട് ഒരാൾ വരുവാണെങ്കിൽ ആദ്യം ചെയ്യുന്നത് എന്താണ്, അല്ലെ ആദ്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിൻ്റെ സ്റ്റാർട്ടിങ് എങ്ങനെയായിരിക്കും? Initially, it is definitely based on assessment of the patient. പേഷ്യൻ്റിനുള്ള ശരിക്കുള്ള പ്രോബ്ലം എന്തുവാണെന്ന് നമ്മൾ അസസ് ചെയ്ത് കണ്ടുപിടിക്കാൻ നോക്കും. So as long as I am confident with it, I go ahead with the treatment plan. And once I go ahead with the treatment plan, I execute the treatment as well. Clear? So that is what basically the treatment is all about. So well, there are few conditions where you may not be very clear. Like earlier, one of the episodes I've mentioned, when I suspect there is a cause of infection, patient is coming with a neck pain or patient is coming with pain in some part of the body. And I feel it is not mechanical in nature, but it's rather inflammatory or infectious in nature. So in such cases, what I would do is, I would rather seek a second opinion. So that, again, in the best interest of the patient. So seek a second opinion to make sure it is not an inflammatory pathology or an infectious pathology, so that no wrong treatment is given. As it goes by the Hippocrates oath, if we don't do any good also, we should not do any harm to the patient. That is very important. ഇപ്പം ട്രീറ്റ്മെൻറ്റിനായിട്ട് ഡോക്ടർ ആദ്യമായിട്ട് വരുന്ന ഒരാളോട് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ആദ്യം ചോദിക്കുന്നത്? ബേസിക്കലി നമ്മൾ അതിനെ സബ്ജക്റ്റീവ് എക്സാമിനേഷൻ എന്ന് പറയും. സോ ഈ പെയിൻ എന്ന് പറയുന്നത് ഇപ്പോൾ പേഷ്യൻ്റെ പ്രോബ്ലം എന്തുവാണ്, ഫസ്റ്റ് വാട്ട് ഈസ് ബേസിക്കലി ഡിസ്റ്റർബിങ് യു, എന്തുകൊണ്ടാണ് വന്നത്, എന്തുവാണ് ബേസിക്കായിട്ടുള്ള ഇഷ്യൂ എന്തുവാണ്, അത് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അതിനെ ആസ്പദമായ കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ഇൻ്റർവ്യൂ ചെയ്യും പേഷ്യൻറ്റിനെ. ഇത് എന്തുകൊണ്ട് വന്നെന്ന് പേഷ്യൻറ്റിൻ്റെ ഒരു ധാരണ എന്താണ്, വാട്ട് യു തിങ്ക് ഹസ് കോസ്ഡ് യുവർ പെയിൻ. ശരി, പേഷ്യൻ്റ് അതിനൊരു ക്ലാരിറ്റി തന്നില്ലെങ്കിൽ പിന്നെ ഫർദർ ക്വസ്റ്റ്യൻസ് ഞങ്ങൾ ചോദിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ പേഷ്യൻ്റേതായ മറ്റ് അസോസിയേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടോ, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ. ബട്ട് ഈ പ്രോബ്ലത്തിന് കൂടുതൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും മിക്കവാറും ചോദിക്കുന്നത്. ആൻഡ് ഇറ്റ് വിൽ ബി ഓൾ സബ്ജക്റ്റീവ്. ദറ്റ് ഈസ് നമ്മൾ എക്സാമിൻ ചെയ്യാതെ ഡയറക്റ്റ്ലി പേഷ്യൻ്റെ ഹിസ്റ്ററിയാണ് കൂടുതലും കളക്ട് ചെയ്യുന്നത് അവിടെ. അതുപോലെ തന്നെ പ്രീവിയസ് ആയിട്ട് ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നിട്ടുണ്ടോ, അതിനെന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട്. കാരണം ഓൾറെഡി ഇത് പ്രോബ്ലം വന്നിട്ടുണ്ട്, ഇതിന് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട്, ആ ട്രീറ്റ്മെൻറ്റ് എഫക്റ്റീവ് ആയിരുന്നെങ്കിൽ then we will see whether it is the same thing. We have to again investigate further. അതേ പ്രോബ്ലം തന്നെയാണോ അതോ വേറെ ഏതെങ്കിലും പുതിയൊരു പ്രോബ്ലം ആണോ വന്നേക്കുന്നത്, പേഷ്യൻ്റ് ഉള്ളത് ഇപ്പോൾ പുതിയ പ്രോബ്ലം ആണോ,
അതൊക്കെ നമുക്കൊന്ന് കമ്പയർ ചെയ്യേണ്ടി വരും. അപ്പോൾ പഴയ ഹിസ്റ്ററി ഓൾസോ ഈസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ്. സോ ഇഫ് ദ പേഷ്യൻ്റ് ഇസ് നോട്ട് കംഫർട്ടബിൾ ഇൻ റിവീലിംഗ് ഇറ്റ്, അതോ പേഷ്യൻ്റ് മറന്നുപോയാലോ, മെനി എ ടൈംസ് ഞാൻ പറഞ്ഞില്ലേ പേഷ്യൻ്റെ സ്പൗസിനെയോ കൂടെ വന്ന റിലേറ്റീവ്സിനെയോ ഞാൻ കൂടെ നിർത്തും. അതിൻ്റെ ഒരു കാരണം പേഷ്യൻ്റ് ചിലപ്പോൾ മറന്നുപോയി കാണും, പേഷ്യൻറ്റിന് ചിലപ്പോൾ ഓർമ്മ കാണത്തില്ല. അപ്പോൾ പേഷ്യൻ്റെ സ്പൗസോ അല്ലെങ്കിൽ കൂടെയുള്ള റിലേറ്റീവ്സോ, ചിലപ്പോൾ അച്ഛനായിരിക്കാം, അമ്മയായിരിക്കാം, ചിലപ്പോൾ സഹോദരനായിരിക്കും, സഹോദരിയായിരിക്കും, കൂട്ടുകാരായിരിക്കാം, ക്ലോസ് ഫ്രണ്ട്സ് ആയിരിക്കാം, ഹോസ്റ്റലിൽ പഠിക്കുന്ന ഒരു പയ്യൻ്റെ കൂടെ വന്ന ഫ്രണ്ടായിരിക്കാം. സോ ദേ ക്യാൻ ടെൽ അസ് ഓൾസോ, ഇല്ല അന്ന് ഇങ്ങനെ ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു, അതിന് നമ്മൾ ഓൾറെഡി 2 വർഷം മുമ്പ് ഇന്ന ഡോക്ടറിൻ്റെ അടുത്ത് പോയതല്ലേ. സോ ദേ ക്യാൻ റിമൈൻഡ് ദം ഓൾസോ. സോ അങ്ങനെ പല ഇൻഫർമേഷൻസും വി ഗ്യാദർ. So based on those informations only we come to a hypothesis. പിന്നെ ആ ഹൈപ്പോത്തസിസിൻ്റെ പുറത്താണ് നമ്മൾ പേഷ്യൻറ്റിനെ കൂടുതലായിട്ട് ഫിസിക്കലായിട്ട് എക്സാമിൻ ചെയ്യുന്നത്. ആ എക്സാമിനേഷൻ്റെ ബേസിസിലാണ് ട്രീറ്റ്മെൻറ്റ് പ്രൊസീഡ് ചെയ്യുന്നത്. ഈ നെക്ക് പെയിൻ കാരണം ഉണ്ടാകുന്ന ഹെഡേക്കുകളുണ്ടല്ലോ, അപ്പോൾ ഇത് രണ്ടുമായിട്ട് വരുന്ന ആൾക്കാർക്കുള്ള ട്രീറ്റ്മെൻറ്റ് സാധാരണയുള്ള ട്രീറ്റ്മെൻറ്റിൽ നിന്ന് വ്യത്യസ്തമാണോ? ഡെഫിനറ്റ്ലി. ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ഡിസ്ക്രൈബ് ചെയ്തില്ലായിരുന്നു, ഹെഡേക്ക് എന്ന് വെച്ചാൽ പലതരം ഹെഡേക്ക് ഉണ്ട്. മോർ ദാൻ 80 to 90 ടൈപ്സ് ഓഫ് ഹെഡേക്സ്. അപ്പോൾ ആ ഹെഡേക്ക് നമ്മൾ ആദ്യം റെക്കഗ്നൈസ് ചെയ്യണം. ഈ ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റി കഴിഞ്ഞാണ് നമുക്ക് ഹെഡേക്ക് വന്നതെങ്കിൽ അതായിരിക്കും ഈ ദാറ്റ് ആക്ടിവിറ്റി ഹാസ് കോസ് ദ ഹെഡേക്ക്. കഴുത്തിൻ്റെ ഒരു ആക്ടിവിറ്റി കാരണമാണ് ഹെഡേക്ക് വന്നതെങ്കിൽ, കാരണം കമന്ന് കിടന്ന് ബുക്ക് വായിക്കുക, അല്ലെങ്കിൽ നേരെ കിടന്നിട്ട് 2 പില്ലോ വെച്ച് ഒത്തിരി കഴുത്ത് ഫ്ലെക്സ് ചെയ്ത് വെച്ച് വായിക്കുക, അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ആ ഹെഡേക്ക് വന്നതെങ്കിൽ അതാണ് അതിൻ്റെ റൂട്ട് ഫാക്ടർ. അപ്പോൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ആ ഹെഡേക്കിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് അല്ലെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ സ്റ്റാർട്ട് ആസ് എ നെക്ക് പെയിൻ. അതൊരു കഴുത്ത് വേദനയായിട്ട് സ്റ്റാർട്ട് ചെയ്യും. ആ കഴുത്ത് വേദന പെതുക്കെ മുകളിലോട്ട് മൂവ് ആകും. അപ്പോൾ മൂവ് ആയി കഴിഞ്ഞിട്ട് അത് സംടൈംസ് ഇറ്റ് മേ നോട്ട് റെഡ്യൂസ് വിത്ത് എ മെഡിക്കേഷൻ. മരുന്നെടുത്താൽ ചിലപ്പോൾ കുറയത്തില്ല. ഇതേ സമയത്ത് നമ്മളൊരു ചെറിയ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറഞ്ഞിരിക്കും. അതിന് നമ്മൾ പലപ്പോഴും അപ്രോച്ച് ചെയ്യേണ്ടത് ഫിസിയോതെറപ്പിസ്റ്റ് തന്നെയാണ്. പക്ഷേ ഫിസിയോതെറപ്പി തന്നെ സ്പെഷ്യലൈസ് ചെയ്ത ഫിസിയോതെറപ്പിസ്റ്റ് ഉണ്ട്, മാനുവൽ ഫിസിക്കൽ തെറപ്പിസ്റ്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ ഒരു ക്ലയൻറ്റിനെ കാണാൻ ഒരിക്കലും ക്ലയൻറ്റിൻ്റെ അടുത്ത് പോകേണ്ടി വന്നു. ക്ലയൻറ്റിന് സിവിയർ പെയിൻ ആയിരുന്നു, ക്ലയൻറ്റിനെ കാണാൻ പോകേണ്ടി വന്നു. അപ്പോൾ ക്ലയൻറ്റിൻ്റെ അടുത്ത് പോയപ്പോൾ ക്ലയൻറ്റിൻ്റെ ഹസ്ബൻഡ് അവിടെ ഉണ്ടായിരുന്നു. ഹസ്ബൻഡ് ആണെങ്കിൽ ആകെപ്പാടെ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു അസംഷൻ ക്ലയൻറ്റിൻ്റെ ഒരു പെയിൻ കാരണം ക്ലയൻറ്റ് ഹസ്ബൻഡിനും പെയിൻ അതൊരു വിഷമത്തിലിരിക്കുകയാണെന്ന്. അന്നേരം ഞാൻ ചോദിച്ചു, ഓക്കെ ഡോണ്ട് വറി ഇറ്റ് വിൽ ബി ഫൈൻ. അന്നേരം ആണ് പുള്ളിക്കാരൻ പറയുന്നത്, അതല്ല എനിക്ക് ഭയങ്കര തലവേദനയായിട്ടിരിക്കുക, ഞാൻ കുറച്ച് നേരം എൻ്റെ വർക്കിലായിരുന്നു. പുള്ളി ഒരു IT പ്രൊഫഷണലാണ്, ഈസ് വർക്കിംഗ് ഫ്രം ഹോം. അപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ ഇരുന്ന് വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ അങ്ങനെ പറ്റിയതാണെന്ന്. ഞാൻ ചോദിച്ചു, ഓക്കെ വാട്ട് ഇസ് ദ പൊസിഷൻ ഇൻ വിച്ച് യു ആർ വർക്കിംഗ്? പുള്ളി തറയിലിരുന്നിട്ട് ടീപ്പോയിൽ ലാപ്ടോപ്പ് വെച്ചിട്ട് മേളിലോട്ട് നോക്കി ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ that gave me a clue that his headache is not from any other source but from the neck region. But then itself, being a manual therapist myself, I applied a manual therapy technique and I tried to correct his pain. And to my surprise, he immediately, to his surprise and my surprise equally, he immediately said, now I am completely relieved of the pain, there is no pain at all. I was totally surprised myself also. Then I realized, yes, okay, this technique is really working in this particular person. And then after that, he himself has brought 2-3 other of his colleagues who used to complain of such problems to me. And then we were successful in such techniques. So headache can, the characteristic of that headache, like that's what I was talking about. It starts from the neck and it goes up to the scalp of the head. Once it goes to the scalp of the head, it remains there and it is dull aching. And patient complains of pain all around. But what is important is we have to differentiate between the cervicogenic headache and the migraine. Migraine എന്ന് പറയുന്നത് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. മൈഗ്രെയിൻ പറയുന്നത് സ്ട്രെസ് റിലേറ്റഡ് ആണ്, ഫുഡ് റിലേറ്റഡ് ആണ്, ഇംപ്രോപ്പർ ഫുഡ് ഹാബിറ്റ്സ്, അങ്ങനെ പല സ്ലീപ്ലെസ്നെസ്, അങ്ങനെ പല റീസൺസ് കാരണം വരുന്നതാണ്. മൈഗ്രെയിൻ വരാൻ ഒരു റീസൺ വേണ്ട, ഏതെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് കാണും. പക്ഷേ ഇതിന് ഡെഫിനറ്റ്ലി ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ദ നെക്ക്. ദാറ്റ് ഈസ് വാട്ട് ഇസ് എ cervicogenic headache. ഡോക്ടർ, ഈ നെക്ക് പെയിൻ കാരണം ഉണ്ടാവാവുന്ന വെർട്ടൈഗോയെ കുറിച്ച് എന്താ ഡോക്ടർക്ക് പറയാനുള്ളത്? ഈ വെർട്ടിഗോ എന്ന് പറയുന്നതും ഈ ഹെഡേക്ക് പോലെ പല റീസൺസ് കാരണം വരാം. ഇപ്പോൾ ഡിസീനസ് എന്ന് പറയുന്നത് ചെവിക്കകത്തുള്ള വെസ്റ്റിബുലർ പ്രോബ്ലം കാരണവും വരാം. പക്ഷെ അതിനൊക്കെ ഇൻവെസ്റ്റിഗേറ്റീവ് മെത്തേഡ്സ് ഉണ്ട്, ഞങ്ങളത് അസസ് ചെയ്ത് നോക്കും ഏത് സോഴ്സ് കാരണമാണ് ഈ വെർട്ടിഗോ വരുന്നതെന്ന്. ഇഫ് ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം ദ നെക്ക്, ഈ നെക്ക് അല്ലെങ്കിൽ സർവിക്കൽ സ്പൈൻ കാരണം വരുന്ന വെർട്ടിഗോ ആണെങ്കിൽ അതിനും മാനുവൽ തെറപ്പി ടെക്നിക്സ് ഉണ്ട്. വി ഡെഫിനറ്റ്ലി ട്രൈ ടു കറക്റ്റ് ദം ത്രൂ മാനുവൽ തെറപ്പി ആൻഡ് ദേ ഹാവ് വെരി ഗുഡ് റിസൾട്ട്സ് ഓൾസോ. പക്ഷേ അങ്ങനെയുള്ള പേഷ്യൻസ്, അങ്ങനെ ഓൾറെഡി ഹിസ്റ്ററി ഉള്ള പേഷ്യൻസ് ഷുഡ് ബി കെയർഫുൾ that they don't do these things
at very dangerous situations. For example, I have had patients, ചില പേഷ്യൻസ് ഒക്കെ ടെറസിൽ പോയിട്ട് തുണി ഉണക്കാൻ ഇടുമ്പോൾ തല പൊക്കുമ്പോൾ തല ഇറങ്ങുന്നെന്ന് പറയും. അത് വളരെ ഡേഞ്ചറസ് ആണ്. അങ്ങനെ എപ്പോഴെങ്കിലും ഒരു സൈൻ കണ്ടു കഴിഞ്ഞാൽ യു ഷുഡ് അവോയ്ഡ് സച്ച് ആക്ടിവിറ്റീസ്. കാരണം നമുക്ക് ഈ ടെറസിൽ പോയി മുകളിലോട്ട് നോക്കി തല ഇറങ്ങുന്നെന്ന് പറയുന്നത് ഇറ്റ്സ് ഡേഞ്ചറസ് ബിക്കോസ് എനി ടൈം യു ക്യാൻ ഫോൾ. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് അവോയ്ഡ് ചെയ്യണം. ബട്ട് ഇമ്മീഡിയറ്റ്ലി ഓൾസോ സീക്ക് മെഡിക്കൽ അറ്റൻഷൻ സോ ദാറ്റ് വി ക്യാൻ ഹെൽപ്പ് യു ഔട്ട് ഓർ എ മാനുവൽ തെറപ്പിസ്റ്റ് ക്യാൻ ഹെൽപ്പ് യു ഔട്ട് വിത്ത് ദിസ് പർട്ടിക്കുലർ പ്രോബ്ലം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതിൻ്റെയെന്ന് വെച്ചാൽ ബേസിക്കലി അപ്പർ സർവൈക്കലാണ്, അപ്പർ നെക്ക് റീജൻ, C2 C3 ആ റീജനിലുള്ള മാനിപ്പുലേഷനാണ് ബേസിക്കലി ചെയ്യേണ്ടത്. ആ ലെവലിലുള്ള മാനിപ്പുലേഷൻ ചെയ്തു കഴിഞ്ഞാൽ ടു ആൻ എക്സ്റ്റെൻറ്റ് വി ക്യാൻ ഹെൽപ്പ് ദ പേഷ്യൻറ്റ്. അതും പ്രത്യേകിച്ച് വി ഹാവ് ഓൾസോ സീൻ സിറ്റുവേഷൻസ് വെയർ ഈ ഫോർ എക്സാമ്പിൾ പള്ളിയിൽ പോയി കുർബാന കൊള്ളുമ്പോൾ തല പൊക്കുമ്പോൾ പെട്ടെന്ന് മയക്കം വരും. അന്നേരം പറയും BP ഉള്ള പേഷ്യൻ്റാണ്, ഇന്ന പ്രോബ്ലമാണ്, അന്ന പ്രോബ്ലം എന്നൊക്കെ പറയും. പക്ഷേ ബേസിക്കലി ദിസ് ഇസ് ദ റീസൺ. കഴുത്ത് പൊക്കുമ്പോൾ തല ഇറങ്ങുന്നത് ഇറ്റ് ഈസ് വെർട്ടിഗോ സ്റ്റാർട്ടിങ് ഫ്രം ദ സർവൈക്കൽ റീജൻ വിച്ച് ഹാസ് ടു ബി അഡ്രസ്ഡ് കെയർഫുള്ളി. ഡോക്ടർ ഇപ്പോൾ വളരെ വിശദമായി കഴുത്ത് വേദനയെക്കുറിച്ചും അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞു തരികയുണ്ടായി. ഒത്തിരി നന്ദിയുണ്ട് ഞങ്ങളുമായി സഹകരിച്ചതിന്. പ്രേക്ഷകർ, അടുത്ത എപ്പിസോഡിൽ കഴുത്ത് വേദന അഥവാ നെക്ക് പെയിനിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഡെമോൺസ്ട്രേഷൻ ആൻഡ് എക്സസൈസസുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.